ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വാഴയ്ക്ക തൊലി, അതായത് ഏത്തവാഴയ്ക്കായുടെ തൊലി കൊണ്ടുള്ള ഒരു തോരനാണ്. ഇതിന് ഞാൻ ഏത്തയ്ക്ക തൊലി വളരെ കുരുകുരാന്ന് കൊത്തി അരിഞ്ഞ് ഒരല്പം ഒരു പിടി ചെറുപയറും കൂടെ, ചെറുപയർ ഇല്ല എങ്കിൽ വൻപയർ ഉപയോഗിക്കാം. നമ്മൾ സാധാരണ തോരൻ അരയ്ക്കുന്ന അരപ്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി അല്ല, കാന്താരി ആണെങ്കിൽ ഇച്ചിരി കൂടി നല്ലതാണ്. അല്ലെങ്കിൽ ഇച്ചിരി പച്ചമുളകോ ഇച്ചിരി ചുവന്ന മുളകായാലും കുഴപ്പമില്ല. പിന്നെ കാന്താരിയാണ് ഏറ്റവും നല്ലത്. അതും മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ഒരു ശകലം ഇഞ്ചിയും കൂടെ വെച്ച് അരച്ചെടുക്കണം. ചതച്ചെടുത്താൽ മതി, അരയ്ക്കേണ്ട, ചതച്ചെടുക്കണം. അതിനകത്ത് വേണമെങ്കിൽ ഒരു തണ്ട് കരിയേപ്പിലയൂടെ ഈ അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വെക്കും. നമ്മൾ കടുക് വറുക്കുന്നതിൻ്റെ കൂട്ടത്തിലും ഈ ഒരു തണ്ട് കരിയേപ്പില ഇടുന്നത് നല്ലതാണ്. നല്ല പൊടിപൊടാന്ന് കൊത്തി അരിയണം, നല്ല കുരുകുരുയാന്നിരിക്കണം. നല്ല സ്വാദുള്ള തോരന. അതുപോലെ വൈറ്റമിൻസ് ധാരാളമുള്ളതാണ് ഏത്തക്കായുടെ വാഴത്തൊലി. കായയുടെ തൊലിക്ക് നല്ല സാധനമാണ്. സാധാരണക്കാർ ഇങ്ങനെ കഴിക്കുമോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളൊക്കെ നാട്ടിൻപുറത്തുകാരൊക്കെ എടുക്കാറുണ്ട്. നല്ല ഒരു തോരന, നല്ല ടേസ്റ്റും ഉണ്ട് ഇത്. നമ്മൾ ഓർക്കും തൊലിയല്ലേ ഇത് ഉപയോഗിക്കാൻ കൊള്ളുമോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഇത് അതുപോലെ എടുത്താൽ നല്ലതാണ്. പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഞെരടി, ഇത് കൊത്തി അരിഞ്ഞ ശേഷം മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഞെരടി വെച്ചാൽ ഇതിൽ ഉപ്പ് പിടിച്ച് കിട്ടും. അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. ഞാൻ അരയ്ക്കാനുള്ള അരപ്പിനുള്ള തേങ്ങായും മഞ്ഞളും ഇച്ചിരി പിന്നെ കാന്താരിമുളകും കരിയേപ്പിലയെല്ലാം കൂടി എടുത്ത് വെച്ചിട്ട് ചതച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ചട്ടി അടുപ്പേ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നിട്ട് ഒരു വറ്റൽമുളക്, ഒരല്പം ഒരു ശകലം അരി, പിന്നെ നമ്മൾ അരി നിങ്ങൾക്ക് വേണമെങ്കിൽ ഉഴുന്ന് ഉപയോഗിക്കാം. ഉഴുന്നും നല്ലതാണ്. അരി വേണമെങ്കിൽ അരി നിങ്ങൾ അവനവൻ്റെ ഇഷ്ടം പോലെ. പിന്നെ ഞാൻ പറഞ്ഞു, ഞാൻ ചെറുപയറാണ് എടുത്തേക്കുന്നത്. ചെറുപയർ തന്നെ വേണമെന്നില്ല, വൻപയർ എടുക്കാം കേട്ടോ. വൻപയർ നേരത്തെ ചിലർ നമ്മൾ കുക്കറിലൊക്കെ വേവിക്കുന്നവർക്കത് കുതിർത്ത് വെക്കണമെന്നൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. രണ്ട് വിസിൽ അലോട്ട് വരുവാണെങ്കിൽ വെന്ത് കിട്ടും. ഇപ്പോഴത്തെ പിന്നെ വൻപയറൊക്കെ അങ്ങനെ വെന്ത് കിട്ടാറുണ്ട്. പിന്നെ ഇത് ഞാൻ ഇച്ചിരി ചെറുപയറാണ് എടുത്തേക്കുന്നത്. ഞാനത് വെന്ത് മാറ്റി വെച്ചായിരുന്നു. ഒത്തിരി അങ്ങ് വെന്ത് പോവരുത് കേട്ടോ. തോരനൊക്കെ ഇടുമ്പോൾ ഒരുപാട് വെന്ത് പോയാൽ അതിനൊരു സ്വാദ് കാണത്തില്ല. പൊട്ടണ്ട, ഇതിന് മുമ്പ് എടുക്കണം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ കിടന്ന് ഒരു വേവ് കൂടെ വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ കടുക് വറക്കാനായിട്ട് കരിവേപ്പില, അരി, ചുമന്ന മുളക്, അല്പം ഇതെല്ലാം കൂടെ എണ്ണ ഒഴിച്ച് കടുക് ഇട്ടു. അത് പൊട്ടി, അരിയൊക്കെ നല്ലകൂടി ചുമന്ന് നല്ല ഇതായി വന്ന് പൊട്ടി എല്ലാം റെഡിയായി. നമുക്കിതിനകത്തോട്ട് പിന്നെ അരപ്പാതിയിട്ട് ഒന്ന് ഇളക്കിയില്ലേലും ഒന്നിൽ അരപ്പിടുക. ഇരിപ്പിട്ടിട്ട് അതിൻ്റെ മണ്ടയിലോട്ട് വേണം വാഴയ്ക്കാത്തൊലിയും പയറും കൂടി ഇട്ട് കൊടുക്കണം. അങ്ങനെ കുടഞ്ഞിട്ടിട്ടാൽ മതി. എന്നിട്ട് രണ്ടും കൂടെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് ഒന്ന് അടച്ച് വെച്ച് ആവി കൊള്ളട്ടെ. ഒത്തിരി വേവൊന്നും ഇതിനില്ല. നമ്മൾ പൊടിപൊടാന്ന് കൊത്തി അരിഞ്ഞതല്ലേ, പെട്ടെന്ന് വേവ്. നല്ല സ്വാദുള്ള തോരന. ഇത് വൈറ്റമിൻസ് ഉള്ള സാധനമാണ്. നമ്മൾ അകത്തെ വാഴയ്ക്കായുടെ അകത്തെ ഇതിൽ പഴത്തിന് ഇതിനെക്കാട്ടിലും നല്ല സാധനമാണ് അതിൻ്റെ തൊലി. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. നല്ല ഒരു സാധനമാണ്. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ഇളക്കിയിട്ട് അടച്ച് വെച്ച് ഇനി ഒരാവിയുടെ കാര്യമേ ഉള്ളൂ. നല്ല അടിപൊളി തോരൻ. ഇത്രയും ടേസ്റ്റുള്ള തോരൻ വേറെ എനിക്ക് തോന്നുന്നു നമ്മളെ കാവേജ് പോലും വെച്ചാൽ പറ്റത്തില്ല. നോക്കുക.